നോക്കിക്കോ. ഞാനും കളിച്ചോട്ടെ. ഇത് ബുദ്ധിയുള്ളവർ കളിക്കേണ്ട കളിയാണ്, നിന്നെ പോലെ കഴുതക്കുള്ളതല്ല. ബുദ്ധിയുള്ളവര് കളിക്കേണ്ട കളി നിങ്ങൾ എന്തിനു കളിക്കുന്നു? നീ എന്തായി ചെയ്യുന്നേ? ഞാൻ ചിരിക്കുക. എന്തിനടാ അതെടുത്ത് തന്നെ എറിഞ്ഞത്? ഇട പോപ്പട്ടെ, നീ തുപ്പുന്നത് ഞങ്ങളുടെ പുറത്താണ്. ഞാൻ താഴോട്ടാണ് തുപ്പിയത്. തുപ്പുന്നിടത്ത് നീ എന്തിനാ വന്നിരുന്നത്? നിക്കടാ, നിന്റെ കഥ ഞാനിന്ന് കഴിക്കും. ഇവൻ പോപ്പട്ടിന്റെ കഥ കഴിക്കാനല്ലേ പോയത്, എന്നിട്ടിപ്പോ ഇവന്റെ കഥ കഴിഞ്ഞോ? എടാ, നിന്റെ കളിയൊന്നും പോപ്പറ്റിനോട് വേണ്ട. സംശയമുണ്ടോ? നിന്റെ മനസ്സിൽ എന്താ വലിയാളെന്ന വിചാരം? ഒരുപാട് കളിച്ചാലുണ്ടല്ലോ നിന്റെ പൂട മുഴുവൻ ഞാൻ പറിച്ചെടുക്കും. കഴിയുമെങ്കിൽ ചെയ്യേ. ഇപ്പൊ എന്റെ ലഞ്ച് ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് വിശ്രമിക്കേണ്ട സമയമാണ്. സംശയമുണ്ടോ? ബണി, ഈ ഇടയായിട്ട് ഇവൻ അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട്. ശരിയാ, വാ കിച്ചണിലേക്ക് പോവാം. ഇന്ന് ഇവനെ മുളക് പൊടി ലഡു ഉണ്ടാക്കി കൊടുക്കാം. വാ, ഇതെന്തായാലും സൂപ്പർ ഐഡിയ. എന്തിനാ മുളക് കൊണ്ട് ലഡു ഉണ്ടാക്കി കൊടുക്കുന്നത്? മുളക് തന്നെ കൊടുത്താ പോരെ? കഴുതേ, അങ്ങനെ ചെയ്താൽ അവൻ അറിയില്ലേ. അവനെ നമുക്ക് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ മുളക് കൊണ്ട് ലഡു ഉണ്ടാക്കി കൊടുത്താലേ നടക്കുള്ളൂ. ആ കൊള്ളാം, നല്ല ഐഡിയ തന്നെയാ. പോവാം, വാ. സംസാരിക്കുന്ന തത്ത ഒരു അതിശയം തന്നെ. പോപ്പറ്റ് സന്തോഷിച്ചാലേ ബായ് പറയുള്ളൂ. എന്റെ പൊന്നു തത്തേ, നീ ഒരു കാര്യം മാത്രല്ലേ പറയുന്നുള്ളൂ. അകത്തിരിക്കുന്ന തത്ത നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടുകാരെ പറ്റിച്ച് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പോപ്പറ്റ് സന്തോഷത്തിൽ തന്നെ. എന്തായാലും നീ ഇനി വാ തുറക്കരുത്. അല്ല, ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. എന്നാ കാര്യം എളുപ്പമായി. നിങ്ങക്ക് എന്താ വേണ്ടേ? അത് ഞാൻ കൈ കൊണ്ട് അവിടെ എത്തില്ല, സ്റ്റൂള് കൊണ്ടുവരാം. ഇവൻ മണ്ടച്ചാരായ കഴുതയാന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങളാരാ? ഞാൻ ഇവന്റെ അമ്മാവനാ. എനിക്കെന്താ വട്ടാണെന്ന് കരുതിയോ? മനുഷ്യനെ കൊണ്ട് എങ്ങനെ തത്തയുടെ അമ്മാവനാകാൻ കഴിയും? ഞാൻ ഒരു വകയിലെ അമ്മാവനാണ്. അത് ശരി. മേഡത്തിന് ദൂരത്തിലൊരു സഹോദരനുണ്ട്, പക്ഷെ അവൻ മനുഷ്യനാണ്. ഞാൻ ഇവനെ ഒന്ന് പുറത്ത് കറക്കിയിട്ട് കൊണ്ടുവന്നോട്ടെ. വിരോധമൊന്നുമില്ലല്ലോ. നീ എന്റെ തത്തയെ നോക്കിക്കൊള്ളണം. ഞാനും കൂടെ വരാം. ഞാൻ തത്തയെ വെച്ച് മാത്രമേ ജോത്സ്യം നോക്കാറുള്ളൂ. നാട്ടുകാരത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. എങ്കിലൊരു കാര്യം ചെയ്യ്, പൂച്ചയെ വെച്ച് ജോത്സ്യം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. എങ്കിൽ ഞാനും കൂടെ വരാം. തീർച്ചയായും. ഞാൻ തത്തയെ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോയ കാര്യം ഒരിക്കലും മാഡത്തിനോട് പറയരുത്. ശരി, പക്ഷെ എന്റെ ഓണറിനോട് ഞാൻ പറഞ്ഞോട്ടെ? ഇല്ല, ആരോടും പറയരുത്. വീണ് കാലൊടിയണ്ട, വാതിൽ വഴി പോവാൻ നോക്ക്. ഏ ഏ ഏയ്, അല്ല ഞാനിത് എവിടെയാ? ആരാ എന്നെ കെട്ടിയിട്ടത്? ഞാൻ തന്നെയാണ് നിന്നെ കെട്ടിയിട്ടത്. താൻ ആരുവാ? ഞാൻ നിന്റെ പുതിയ മുതലാളിയാണ്. എടേ, എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു. സംശയമുണ്ടോ? മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക്. സംസാരിക്കാൻ കഴിവുള്ള തത്തയെ ഞാൻ വിടണമെന്നോ? അതെ, നീ ജനങ്ങളുടെ ഭാവിയും ഭൂതവും പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ അവർ ഒരുപാട് പൈസ തരുള്ളൂ. എടാ മരമണ്ട, എനിക്ക് ഭാവിയൊന്നും പറയാൻ അറിയില്ല. എനിക്കും പറയാൻ അറിയില്ലല്ലോ. വരുന്ന ആൾക്കാരോടെല്ലാം നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി. ഞാൻ കളവ് പറയില്ല. സംശയമുണ്ടോ? ജീവിതം മുഴുവൻ ഇതിനകത്ത് കിടക്കേണ്ടി വരും. സംശയമുണ്ടോ? ഇല്ല. സബാഷ്, നീ ഭാവി നന്നായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിനക്ക് മുളക് തരും. എടേ, മുളകിനെ കുറിച്ച് സംസാരിച്ചു പോകരുത്. ഞാൻ മുളക് കഴിക്കില്ല. എന്നാ ഞാൻ നിനക്ക് ഒരു ലഡ്ഡു തരാം. മിണ്ടാതിരിക്കെ. നോക്കേ, ഒരാള് വരുന്നുണ്ട്. വരാൻ പറ. ഞാൻ അവർക്ക് പറയുന്ന ഭാവിയോടെ നിന്റെ ഭാവി ഇല്ലാതെയാവും. ഇനി വല്ല പെട്ടിക്കടയിട്ട് നീ ജീവിക്കേണ്ടി വരും. സംശയമുണ്ടോ? വരൂ വരൂ, സംസാരിക്കുന്ന തത്തയുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഭാവി അറിഞ്ഞിട്ട് പോകൂ. വരൂ വരൂ. ഓയ്! അടിച്ചു പൊളിച്ചു തിമിർത്തു. നിനക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല.
നിന്റെ സഹോദരനാണ് നിന്റെ ശത്രു. അവൻ നിന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കും. നിന്നെ വീട്ടിൽ നിന്ന് അവൻ പുറത്താക്കും. ആ. ആ. ഓ, എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു എന്റെ സഹോദരൻ എന്നെ ചതിക്കൂന്ന്. ഈ തത്ത ഇപ്പൊ ഊർജിതപ്പെടുത്തി. ഈ രക്ഷ കെട്ടിയാൽ എല്ലാ കാര്യങ്ങളും ശരിയാവും. ദക്ഷിണയായിട്ട് ഒരു 1000 രൂപ എടുത്തോളൂ. വരണം മാഡം വരണം. സംസാരിക്കുന്ന തത്ത ഇത് നിങ്ങളുടെ ഭാവി നന്നായിട്ട് പറയും. ഓഷ്, ഓഷ്. നിനക്കൊരിക്കലും വിവാഹം നടക്കില്ല. എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമേ അല്ല. നിന്റെ വീട്ടുകാർ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. സത്യം, ഞാൻ തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുക. ഈ തത്ത വളരെ നന്നായിട്ട് ജോത്സ്യം പറയുന്നുണ്ട്. ഇങ്ങനെ നീ ഭാവി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതോടെ ഈ കട പൂട്ടേണ്ടി വരും. അതാ നിനക്ക് നല്ലത്. ഞാൻ ഇനി എല്ലാരോടും ഇങ്ങനെ പറയുള്ളൂ. ആണോ? ഞാൻ നിനക്ക് ആരാണെന്ന് കാണിച്ചു തരാം. ഓയ്, 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 ഓയ്. ഓ, നിന്റെ അന്ത്യം നീ തന്നെ കുറിച്ചിരിക്കുകയാണ്. ഓയ്, ഓയ്, ഓയ്. ഓ. ഞാൻ എന്ത് പറയണോ അതുപോലെ കേട്ടാ മതി. അല്ലെങ്കിൽ ഞാൻ നിന്നെ പച്ചമുളക് തീറ്റിച്ച് നിന്റെ വയറ്റിനകത്ത് ഒരു തന്തൂരി അടുപ്പ് തന്നെ ഉണ്ടാക്കും. പോപ്പറ്റ് സന്തോഷത്തിലാണ്. ഇത് പറഞ്ഞതാണല്ലോ, എത്ര പ്രാവശ്യം പറഞ്ഞതാ. വേറെന്തെങ്കിലും പറയാൻ നോക്ക്. പോപ്പട്ടെ, നിനക്ക് വേണ്ടി ലഡ്ഡു ഉണ്ടാക്കിയിരിക്കുക, എന്നാ കഴിക്ക. അതെ, ഇത് മുളക് കൊണ്ടുണ്ടാക്കിയ ലഡുവാണ്. കഴിക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. എടാ മണ്ട, മിണ്ടാതിരിക്കെ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം പ്ലാനും കൊളാകും. ഞങ്ങളോടല്ലേ നിന്റെ കളി? ഇപ്പൊ നോക്കിക്കോ, മുളകിട്ട ലഡ്ഡു കഴിച്ചു കഴിയുമ്പോ നിന്റെ അവസ്ഥ. പോപ്പറ്റിന് സന്തോഷമായി. മുളകിട്ട ലഡ്ഡു കഴിച്ചിട്ടും ഇവൻ ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ. എങ്കിൽ മുളക് തന്നെ കൊടുക്കാം. എന്താ ഇത്? പോപ്പറ്റ് സന്തോഷത്തിലാണ്. മുളക് കഴിച്ചിട്ട് ഇവനൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതെന്തായാലും നമ്മുടെ പൊപ്പട്ടല്ല. അല്ല, നമ്മുടെ പൊപ്പട്ട എവിടെ? ഹണി, നമ്മുടെ പൊപ്പട്ട എവിടെടാ? അവൻ അവന്റെ അമ്മാവന്റെ കൂടെ പുറത്തേക്ക് പോയിരിക്കുക. അവൻ ഏതാ അമ്മാവൻ? എനിക്കെങ്ങനെ അറിയാം? അത് അവന്റെ അമ്മാവനല്ലേ, എന്റെ അമ്മാവനല്ലല്ലോ. നോക്ക്, പോപ്പട്ടിന്റെ അമ്മാവനെ TV കാണിക്കുന്നത്. ഇങ്ങോട്ട് നോക്കൂ, നമ്മുടെ സിറ്റിയിൽ ഈ തത്തയും ഈ ജ്യോതിഷനും വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും പറയുന്നത് ഈ സംസാരിക്കുന്ന തത്ത വളരെ അതിശയമായ ഒന്നാണെന്നാണ്. യഥാർത്ഥ വാർത്തകൾ കാണുവാനായി ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടേയിരിക്കൂ. കൊള്ളാലോ, നമുക്ക് പോയിട്ട് നമ്മുടെ ഭാവി എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. വാ. മിണ്ടാതിരിക്കടാ, നമ്മുടെ പൊപ്പട്ടിനെ ആ ജോൽസൻ മോഷിച്ചോണ്ട് വരിക്കണ. ബണ്ണി, പോപ്പട്ടിനെ എങ്ങനെ നമ്മൾ രക്ഷിക്കണം? വാ, നമുക്ക് അവന്റെ അമ്മാവനോട് സംസാരിച്ച് പോപ്പട്ടിനെ തിരിച്ചുകൊണ്ട് വരാം. കഴുതേ, അവൻ കാശുണ്ടാക്കാണ്. അവൻ പൊപ്പട്ടിനെ വെറുതെ വിടില്ല. എന്റെ പക്കൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. എന്തായാലും ഈ തത്തയെ കൊണ്ടുപോയി അയാളുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാം. വേണ്ട, ആ ജോൽസൻ വീണ്ടും ഇവനെ പിടിച്ചു വെക്കും. പക്ഷികളെ കൂട്ടിൽ അടച്ചു വെക്കുന്നത് വലിയ തെറ്റാണ്. വരണം സാറേ. നിങ്ങളുടെ ഭാവി നന്നായിട്ട് അറിഞ്ഞ് ലക്ഷാധിപതി എന്ന് കോടീശ്വരനായി മാറൂ. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അത് എന്നെ കൊണ്ട് തെളിയിക്കാൻ കഴിയും. എന്തോന്ന്? ഇദ്ദേഹം ആരാന്നറിയോ നിങ്ങക്ക്? ആരാണ്? ബണ്ണിയാ. പന്നീശ്വർ മഹാരാജ് ദിവസം ടിവിയിലിരുന്ന് ഭാവി പറയാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ മരത്തിനടിയിലിരുന്ന് ഭാവി പറയുന്നത് ശരിയല്ല. ഞാൻ ഭാവി പറയുന്നതില് നിങ്ങൾക്ക് എന്താ പ്രശ്നം? പോപ്പട്ടിനെ കൊണ്ടുപോകണം, അതാണ് പ്രശ്നം. അതോടൊപ്പം നിങ്ങളെയും കൊണ്ടുപോകണം. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ ഉണ്ട്? കഴുതേ, പറ കൊച്ചാളിയാ. ആ കാര്യം ഇവിടെ വെച്ചാണോ പറയാൻ പോകുന്നത്? പ്ലാൻ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഒന്ന് വന്നേ. ഇതഴിക്കാൻ പറ്റുന്നില്ല. കാലി കട്ട് ചെയ്താ പിന്നെ നീ എങ്ങനെ നടക്കും? എടാ, കാലല്ല, കയർ കട്ട് ചെയ്യ് വേഗം. അതെ അമ്മാവാ, ഞങ്ങള് പോപ്പട്ടിനെ കൊണ്ട് പോവാണേ. കഴുതേ, ഇയാളോട് എന്തിനാ പറഞ്ഞ്? പോപ്പട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇനി നീ അഭിനയിക്കേണ്ട ഒരേ ആവശ്യവുമില്ല. അത് ശരി, നിങ്ങൾ എന്നെ കളിപ്പിക്കുകയായിരുന്നോ? ഞാൻ നിങ്ങളെ വിടില്ല. മര്യാദ വിട്ടേക്കില്ല സാർ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തല്ലും.
എന്നെ തല്ലുവന്നോ? തല്ലാൻ പോകുന്നത് ഞാനാ. നാട്ടുകാരെ വിഡ്ഢികളാക്കണല്ലേ? പക്ഷികളെ ഒരിക്കലും കൂട്ടിലടയ്ക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് കുറ്റകരമാണ്. ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. എന്റെ തത്തയെങ്കിലും എനിക്ക് തിരിച്ചു തന്നേക്കൂ. ആ തത്തയെ ബണ്ണി പറത്തി വിട്ടു. വേണമെങ്കിൽ നീ ഈ തത്തയെ വെച്ചോ. എന്താടാ ഈ പറയുന്നത്? ഇവൻ എന്നെ തന്തൂരി അടുപ്പാക്കും. സർ, ഇതൊക്കെ ഒന്ന് മതിയാക്ക്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് തല്ല് കിട്ടും.